2 ദിവസം നമ്മൾ ഒട്ടും തന്നെ കുക്ക് ചെയ്യേണ്ടാത്ത 2 സ്വീറ്റ് ആയിരുന്നല്ലോ. ഇന്നിതാ നല്ലപോലെ കുക്ക് ചെയ്യാനുള്ള ഒരു സ്വീറ്റാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ സ്വന്തം ബേസൻ ലഡു. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇത് 1/2 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കടലമാവ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ പുട്ടിനൊക്കെ മാവ് കുഴയ്ക്കാൻ സമയത്ത് കുറച്ച് വെള്ളം അധികമായി പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഉരുണ്ടുരുണ്ടിരിക്കും കേട്ടോ. ഇനി തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലായി വരും കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റ് ആവാറാകുമ്പോഴേക്കും മാവ് നല്ലപോലെ അങ്ങ് ലൂസായി നല്ല കളറൊക്കെ മാറി നല്ല മണമായിരിക്കും കേട്ടോ. ആ സമയത്ത് ഈ ഒരു രീതിയിൽ വരും കേട്ടോ. അന്നേരം നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സ് ഒരു ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്കതിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണേ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ശർക്കര ഞാൻ ബാക്കി ഉണ്ടായിരുന്ന 1/2 കപ്പും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തേ. ഇനി ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, ചെറിയ കഷ്ണമാക്കിയിട്ട്. അങ്ങ് തരിയാക്കിയില്ല, കുറച്ച് ചെറിയ കഷ്ണത്തിൽ തന്നെ. അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ലഡുവിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ. ഈ 1/2 കപ്പ് കടലമാവിൽ നിന്ന് എനിക്ക് 10 ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നേ. നല്ലപോലെ ചൂടാറിയ ശേഷം നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. ഒരാഴ്ച വരെ ഇരുന്നോളും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ദീപാവലിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി.